ഹായ്, എനിക്കാണെങ്കിലുണ്ടല്ലോ ഇറ ബൗട്ടിക്ക എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് 2 പാർസൽ അവിടെ കൊടുത്തു വിട്ടോ, 2 കൊറിയർ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ പൊട്ടിച്ചേട്ടോ, നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. ഒന്നൊരു റെഡ് ചുരിദാറാണ്, കണ്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ടോപ്പിനാണെങ്കിൽ ലെങ്ത് കുറവും ബാക്ക് ലെങ്ത് കൂടുതലുമാണ് കേട്ടോ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിട്ടിട്ട് ഞാനൊരു നല്ല ഷോർട്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ വ്ലോഗിനകത്ത് എടുക്കുന്നത് കൊണ്ട് ഇത് ഫുള്ളി കിട്ടത്തില്ല. ഇതാണ് ഷോൾ വരുന്നത്. ഇത് പാൻറ്റ് കേട്ടോ. പാൻറ്റിൻ്റെ എൻഡിലും ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട്. പിന്നെ മറ്റേത് ഒരു ഗൗണാണ് കേട്ടോ, ഒരു ബ്ലൂ ഗൗണാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇത് ഓൺലൈൻ ബിസിനസ്സാണ് കേട്ടോ. അതുപോലെ പേയ്മെൻറ്റും ഓൺലൈനാണ്. അപ്പം ഇതിനൊക്കെ ആണെങ്കിൽ ഒരു 1000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. 1500 ഇടയ്ക്കുള്ള റേഞ്ചിലാണ് വരുന്നത്. വളരെ നല്ല വിലക്കുറവാണ് കേട്ടോ. അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗൾഫിലുള്ളവർക്ക് നാട്ടിലുള്ള ഭാര്യയ്ക്കോ അതുപോലെ അനിയത്തിമാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ഇവരുടെ ഈ ഒരു പേജിൽ നല്ല വിലക്കുറവാണ് കേട്ടോ. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം വാട്സപ്പിൽ ലിങ്ക് ഇടാമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അവരിടുന്ന ന്യൂ കളക്ഷൻസ് അപ്ഡേറ്റ് ആയിട്ട് അറിയാവുന്നതാണ് കേട്ടോ. അപ്പം ഇഷ്ടമുള്ളവർ ഞാനായി കൊടുക്കുന്ന ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല വിലക്കുറവാണ് തുണിക്കൊക്കെ കേട്ടോ. ഇതിപ്പം ഈ ഒരു വ്ലോഗ് ആയതുകൊണ്ടാണ് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇൻഷാ അല്ലാ ഞാൻ ഷോർട്ടിൽ ഇട്ട് കാണിക്കാം വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ഞാൻ പറയാൻ വിട്ടു കേട്ടോ, അവരുടെ പേജ് റീസെല്ലിങ്ങും ഉണ്ട് കേട്ടോ, റീസെല്ലിങ്ങും. അപ്പം എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. പാപ്പ അതെ ഫുഡ് കഴിക്കുക കേട്ടോ. പാപ്പ ഫുഡ് കഴിച്ചിട്ട് പാപ്പ ഇപ്പൊ ജോലിക്ക് പോകും. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനുണ്ടല്ലേ, എന്തിന്റെ വെളുപ്പിന് വന്നിട്ട് ഉമ്മോടുക്കല്ലേ പറഞ്ഞു ഫുഡ് കഴിക്കാണ്ട് പോണ്ട, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതാട്ട് അടിച്ചേൽപ്പിച്ച റെസിപ്പി ഒന്നും ഉമ്മ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. സ്പെഷ്യലാണ്, സ്പെഷ്യൽ അല്ലേ. ഞങ്ങൾ അങ്ങനെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പോകണം. ഞങ്ങളെ ഇപ്പൊ അഴീക്കല് ബീച്ച് വന്നതാണ് കേട്ടോ. അഴീക്കല് ബീച്ചിൽ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്നും അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 8 മണിയായി കേട്ടോ. രാവിലെ സുബഹ് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ 8 മണിയാകുമ്പോൾ എഴുന്നേക്കട്ടെ, അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ എഴുന്നേക്കത്തുള്ളൂ. കാരണം ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട് കേട്ടോ. കാരണം വണ്ണം വെച്ച് ഇവിടെ വന്ന് ഉമ്മാൻ്റെ ഫുഡെല്ലാം കഴിച്ച് വണ്ണം വെച്ച് വരുന്നതുകൊണ്ട് ഇപ്പോൾ ജിമ്മിന് പോകുന്നത് കൊണ്ട് രാവിലെ 8 മണിയാകുമ്പോൾ എഴുന്നേക്കല്ലേ, 10 മണിയാവാതെ എഴുന്നേക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവരെല്ലാം നല്ല ഉറക്കമാണതേ. ഹലോ, അവരെല്ലാം നല്ല ഉറക്കം. അവരെല്ലാം എഴുന്നേക്കാൻ 10 മണിയാകും കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് പല്ല് തേച്ച് ഫ്രഷായിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തെ റൂമിലത്തെ കാഴ്ച കാണണോ? ഒരു മിനിറ്റ് ഇപ്പം കാണിച്ചു തരാം. എന്താപ്പാ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനുണ്ടല്ലേ, എന്തിന്റെ വെളുപ്പിന് വന്നിട്ട് ഉമ്മോടുക്കല്ലേ ചേട്ടാ. ഒന്നുമില്ല ചെയ്തോളൂ. എന്നും ഉണ്ടല്ലോ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ വന്നിട്ട് രാവിലെ എൻ്റെ വല്യാപ്പാൻ്റെ മുത്ത എന്തേ വല്യാപ്പാൻ്റെ ചക്കര എന്തെന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കല്ലേ ഒലി കേട്ടോ. ഇതേ ഉള്ളൂ എപ്പോഴും ഇതാ. വാപ്പാ വിളിക്കണ്ടേ, ജോലിക്ക് പോണ്ടേ. അങ്ങനെ ഞാൻ കിച്ചണിൽ വന്നു കേട്ടോ. കിച്ചണിൽ വന്നിട്ട് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുവാണ്. ഈത്തപ്പഴവും പിന്നെ ബദാമും കേട്ടോ. ഇതാ ചൂടുവെള്ളം. ഞാൻ ചായ എങ്ങനെ കുടിക്കത്തില്ല, വല്ലപ്പോഴും കാണാൻ തോന്നിയാൽ ചായ കുടിക്കും. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ചായയും വെള്ളമൊന്നും കുടിക്കില്ലെന്ന്. ഉമ്മ ആണെങ്കിൽ കിച്ചണിൽ വന്നപ്പോൾ വേണ്ട ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കണം കേട്ടോ. വെയിറ്റ് ചെയ്യും, ഉമ്മ കാണിച്ചത്. ഇന്ന് ഇടിയപ്പമാണ്. ഇന്ന് ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് കേട്ടോ. ഉമ്മ അങ്ങനെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുവാണ്. ഇടിയപ്പത്തിന് ഉമ്മ ഒരു ചിരി പാസ്സാക്കൂ. ഇന്ന് ഇടിയപ്പവും മുട്ടക്കറി കേട്ടോ, മുട്ടക്കറി. ഞാനിത് കഴിച്ചിട്ട് ഉമ്മാക്ക് ഉള്ളി അരിഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. അരിയാനല്ല എന്നെ ഏൽപ്പിക്കുന്നത്, എനിക്ക് തരുന്ന ജോലിയാണ് അരിയൽ മാത്രം കേട്ടോ. കാരണം ഞാൻ ചെറുതായിട്ട് കുനുകുനാ അരിയും, കട്ടി കുറച്ച്, അതുകൊണ്ട് എന്നെ കൊണ്ടേ അരിയിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് അരിഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ഞാനങ്ങനെ സവാള അരിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആകെ ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് കേട്ടോ സവാള അരിയല്ലേ കേട്ടാ. വാപ്പ ഇപ്പൊ വീഡിയോ എടുക്കുന്ന കണ്ടില്ല, കണ്ടാ ഇപ്പൊ ഓടി വരും. വാപ്പ ജോലിക്ക് പോകാൻ പോവാണ് കേട്ടോ, കുളിക്കാൻ പോവാണ്. വാപ്പാ
കുനി കുനി വാപ്പാ, എന്നാലേ കാണാൻ പറ്റൂ. കുനിഞ്ഞിരിക്കും, എന്നാലേ വാപ്പാ കാണാൻ പറ്റൂ. എന്താ ഓ തലമുടിയൊക്കെ സാക്ക് നോക്ക്. എന്തായാലും പറ വാപ്പായെ. വാപ്പായെ കൊറേ പേർക്ക് ഇഷ്ടമാണെന്ന് കേട്ടാ. ഒരായിരം എല്ലാരെയും പഠിച്ചോൻ കാത്തിരിക്കട്ടെ. എല്ലാരെയും പഠിച്ചോൻ കാത്തിരക്ഷിക്കട്ടെ കേട്ടോ. വാപ്പ അങ്ങനെയാ. എന്നാ പോയി കുളിച്ചിട്ടോ. അവിടെ നോക്കി കാണും. അപ്പം ഞാൻ ഈ സവാള വേഗം അരിഞ്ഞു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഉമ്മ ഇപ്പം ചൂടാകും. ഇത്രയും നേരമായിട്ട് നീ അരിഞ്ഞു കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. അപ്പം ഞാൻ അരിഞ്ഞു കൊടുക്കട്ടെ. വാപ്പ അതെ ഫുഡ് കഴിക്കും കേട്ടോ. വാപ്പ ഫുഡ് കഴിച്ചിട്ട് വാപ്പ ഇപ്പം ജോലിക്ക് പോകും. എന്തായാലും ഞാനും വാപ്പ അവിടെ പോകും. പിന്നെ ഞാനിപ്പോൾ കഴിക്കത്തില്ല കേട്ടോ, പിന്നെ കഴിക്കത്തുള്ളൂ. അപ്പോൾ വാപ്പ ഫുഡ് കഴിക്കണം. ഞാൻ നേരം കൊണ്ടുപോയി റെഡി ആയിട്ടോട്ടെ. ഇന്ന് മീനൊന്നും വാങ്ങിക്കത്തില്ല. ഇന്ന് ഞാനും ഉമ്മായും കൂടെ മീൻ മേടിക്കാൻ വേണ്ടി പോകണം പറഞ്ഞിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ബീഫാണ്. അതിന്ന് പിന്നെ മീനൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരട്ടെ. പിന്നെ ഉമ്മ അറിഞ്ഞ് ഫുഡ് കഴിക്കാണ്ട് പോകണ്ട, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതാണ്ട് അടിച്ചേൽപ്പിച്ച ഇടിയപ്പോൾ മുട്ട റോസ്റ്റും. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പോട്ടെ കേട്ടോ. അതിൽ ഉമ്മ എടുത്തില്ല. അങ്ങനെ നാട്ടിൽ വന്നാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഈ കഴിപ്പ് മാത്രമേ ഉള്ളൂ. അതിനാണ് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. ഷെബിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഉറക്കം. ഷെബി എഴുന്നേക്കാനൊക്കെ 10 മണിയാവും. അപ്പം ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരും. അപ്പം ഞാൻ കഴിക്കട്ടെ. വാപ്പ വെയിറ്റ് ചെയ്യുക. ഞാൻ വാപ്പായിട്ട് പോവാട്ടോ. വാപ്പ വെയിറ്റ് ചെയ്ത്. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാവേ. വാപ്പാടെ പെൻസില് പോവാട്ടോ. അങ്ങനെ വാപ്പാടെ പെൻസില് ഇല്ലാപ്പാ, നമ്മൾ പെൻസിൽ പോവാ അല്ലേ. ഇതൊക്കെ എനിക്ക് തിരിച്ചു പോകുമ്പം ഓർക്കാണ് വാപ്പാട്ടി യാത്ര ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എത്താറായി കേട്ടോ. അങ്ങനെ എൻ്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞാനങ്ങനെ വീട്ടിൽ പോവാണ് കേട്ടോ. ഷെഫി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഷെഫി വെയിറ്റ് ചെയ്യുവാണ്. അമാനും അബ്ദുള്ളയും വീട്ടിലാട്ടോ. ഷെവിയെ നാട്ടിൽ വന്നിട്ട് വ്ളോഗിലൊക്കെ വളരെ വളരെ കുറവാണ്. നിങ്ങളൊന്നും മിണ്ടാത്തേ? സമയമില്ല കേട്ടോ, ഭയങ്കര ബിസി ആട്ടോ. ഫുൾ ടൈം ഉറക്കാന്നേ ഉള്ളു. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാണേ. അബ്ദുള്ള ഫുഡെല്ലാം കഴിച്ച് ഗുഡ് ബോയ് ആയിട്ടിരിക്കും കേട്ടോ. ജ്യൂസ് ഇനി ഉമ്മ അവിടെ ഇന്ന് ബിരിയാണി ആട്ടോ. കുറച്ച് കുടിച്ചു. ഉമ്മ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ. ഇന്ന് ഉമ്മാന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉമ്മ. അങ്ങനെ ഞങ്ങളുടെ നാത്തൂന് ഇതാ ചോപ്പറിട്ട് ഉള്ളി ചതയ്ക്കുവാണ്. ഇനി എൻ്റെ ജോലിയാണ് അത് വാട്ടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഉമ്മ സ്പെഷ്യൽ ബിരിയാണിയാണത്. ഉമ്മ ബിരിയാണിയുടെ പടിപ്പുരയിലാണ്. ദാണ്ട ബീഫ് ഇതാ കഴുകി വെച്ചേക്കുന്നു. ബീഫിനടുത്താ കട്ട് ചെയ്യാനിരിക്കുന്നു. കഴുകി വെച്ചേക്കുന്നു അല്ല, അരിഞ്ഞു വെച്ചേക്കുന്നു. സോറി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ചോറ് റെഡി ആയിട്ടില്ലല്ലോ അല്ലേ. ചോറ് ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നു. അല്ല, അരി തിളച്ചോണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നുമ്മ ഇതാ ബീഫ് കട്ട് ചെയ്യുന്നു. ഉമ്മ അഭിനയിച്ച പരസ്യം സൂപ്പർ ആണെന്ന് എല്ലാവരും പറഞ്ഞേട്ടാ. ഉമ്മായിലൊരു കലാകാരി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കേട്ടാ. പിന്നെ സത്യം. പക്ഷെ വാപ്പാട് അത്രയും വരത്തില്ലെന്നേ ഉള്ളു. അപ്പൊ ഞാനേ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി കൊടുക്കട്ടെ. ഫാത്തിമ ഉള്ളിയെല്ലാം തന്നോളൂ, ഞാൻ വാട്ടട്ട്. നാട്ടിൽ വന്ന് കഷ്ടപ്പാടാണ്. നമ്മളങ്ങനെ ബീഫ് കറിയല്ല, ബീഫ് മസാലയ്ക്കുള്ള ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുവാണേ. എന്റെ രീതിക്ക് വെക്കാൻ പറഞ്ഞപ്പോ ഉമ്മാക്ക് ഉമ്മാടെ രീതിക്ക് വെക്കാം. ഉമ്മാക്ക് ഇച്ചിരി എരിവൊക്കെ കൂട്ടി വേണം വെക്കാൻ.
വേണ്ട ഉമ്മ വെച്ചാൽ വേണ്ട വേണ്ട മോളെ വേണ്ട. അരി ഇപ്പൊ എന്റെ കൺട്രോളിലല്ല. അങ്ങനെ നമ്മുടെ റെസിപ്പി ഒന്നും ഉമ്മ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? സ്പെഷ്യലാണ്, സ്പെഷ്യൽ അല്ലേ അമ്മ? ദമ്മടിക്കാൻ എന്നോട് പറഞ്ഞേട്ടാ, മോളങ്ങ് ദമ്മടിക്കേട്ടാ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. എന്നോട് ഇല്ല, ഉമ്മാക്ക് ഉമ്മ തന്നെ കയറി പാചകം ചെയ്താലേ തൃപ്തിയാവുള്ളൂ അല്ലേ അമ്മ? അപ്പൊ ഞങ്ങളുടെ ബിരിയാണി ഒക്കെ വെക്കുന്ന ഒരു ദിവസം പറഞ്ഞു തന്നെ കേട്ടാ, അതിനകത്തിടാ കേട്ടാ. പിന്നെ അപ്പൊ ഞങ്ങളുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ സലാഡ് ഉണ്ടാക്കിയല്ലോ. സലാഡ് എന്തേ തോളത്ത് മാറ്റിയാ? സലാഡ് ഞാൻ കേട്ടോ, ലെറ്റേഴ്സ് അല്ലേ ഒന്നുമില്ല, ഉള്ളിയും തക്കാളി ഒക്കെയാണ്. അപ്പൊ സലാഡൊക്കെ റെഡിയായി. ഇനി പപ്പടം പൊരിക്കണം. പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം വൃത്തിയാക്കാറുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ തെറ്റിയിരിക്കട്ടെ, ഇതെല്ലാം ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇനി കഴുകി ഇറങ്ങുമ്പോൾ കണ്ടു. നമ്മൾ പപ്പടം പൊരിക്കട്ടെ. പപ്പടം പൊരിച്ചിട്ട് കുളിച്ചിട്ട് കാണാം. വാപ്പ അങ്ങനെതാ ജോലി കഴിഞ്ഞ് വന്നെയാണ്. വാപ്പാക്ക് എന്റെ വക സ്പെഷ്യൽ നാരങ്ങ വെള്ളം കേട്ടാ. കൊള്ളാവാ സൂപ്പർ. ഉമ്മായെ വാപ്പ ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ അന്നേരം വാപ്പ വരും കേട്ടോ. ഉമ്മാരെ എന്തൊരു മിടുക്ക വീഡിയോയ്ക്ക്. വാപ്പ ഉണ്ണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ഇനി വെള്ളം കുടിച്ച് നിസ്കരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് കഴിക്കും. ഇപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കുമ്പോ കാണാം അല്ലേ? ഇന്ന് വണ്ടിക്ക് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നാ? പണി ഭയങ്കര മോശം ഇപ്പൊ. കുടിക്കാപ്പാ. അപ്പൊ നമ്മളിനി കഴിക്കാൻ നേരത്ത് കാണാം കേട്ടോ. വാ അല്ല. ഞങ്ങൾ അങ്ങനെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പോവാണ്. ഉമ്മായും ഫാത്തിമായും നിസ്കരിക്കും കേട്ടോ. അപ്പൊ വാപ്പാക്ക് പോകേണ്ട നേരമായി. എങ്ങനെയാ വാപ്പാക്ക് ചോറിട്ട് കൊടുക്കുവാ? ബീഫ് അന്ന് കഴിക്കത്തില്ലേ? കഴിക്കും വാപ്പാ. ഞാൻ പപ്പടം എടുത്താ കേട്ടോ. ഇല്ല കഴിച്ചോ. ഇവിടെ ഇരിക്കരി മലപ്പന്റെ മടി. അബ്ദുള്ള ഓൾറെഡി നേരത്തെ ചോറ് കഴിച്ചോ. ഞങ്ങളെല്ലാന്റെ ചോറുണ്ണാണ്. ഫാത്തിമ എല്ലാരും ബിരിയാണി കഴിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കട്ടെ. അങ്ങനെ ചോറൊക്കെ ഉണ്ട്. അബ്ദുള്ള പാപ്പ ജോലിക്ക് പോയി കേട്ടോ. ഉമ്മ കുറച്ചു നേരം കിടക്കാൻ പോയി. അപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഇന്ന് വരുവാണ് കേട്ടോ. ഞാൻ നിങ്ങളെ വരുമ്പോ കാണിക്കാം. അവര് വിളിച്ചിട്ടുണ്ട് ഓൾറെഡി, കിടന്നപ്പോൾ എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. എനിക്ക് അവിടെ വെച്ച് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ആമസോണിൽ ബുക്ക് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ അവർ വരുന്നുണ്ട്. ആ സാധനം എന്താ നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും കിടക്കാൻ പോയി കേട്ടോ. ഷെഫി ഉൾപ്പെടെ കിടക്കാൻ പോയി. ഇവിടെ ഞാനും അബ്ദുള്ളയും ദേ അപ്പൂസും മാത്രമേ ഉള്ളൂ. ഉമ്മ ഉറങ്ങിയില്ല? ഉമ്മ ഇല്ല, ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മ അടുക്കളയിലുണ്ട്. ഞാൻ വിചാരിച്ചു ഉമ്മ ഉറങ്ങിയെന്ന്. അപ്പൊ ഞാൻ സാധനം വരുമ്പോ കാണിക്കാം. അപ്പൊ ഞാൻ താണ്ടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തുവാ സംഭവം ഇല്ലേ? ഇതാണ് എന്റെ ബ്ലൂടൂത്ത് മൈക്ക്. ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ഹോളി ലാൻഡിന്റെ മൈക്ക് കേട്ടോ. ഈ ബ്ലൂടൂത്ത് മൈക്കായിരുന്നു കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് കരുതി. എനിക്ക് ഇപ്പോഴാണ് അൽഹംദുലില്ലാ എനിക്കത് പറ്റിയത് കേട്ടോ. നാട്ടിൽ വെച്ച് അവിടെ വെച്ച് എനിക്ക് വാങ്ങിക്കാനേ പറ്റിയില്ല. പിന്നെ അവിടെ നാട്ടിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടെ പിന്നെ അത്രയും പ്രൈസ് ഇല്ല. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ബ്ലൂടൂത്ത് മൈക്ക് കിട്ടിയതിൽ. കാരണം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പുറത്ത് പോയിട്ട് വ്ലോഗ് എടുക്കുമ്പം നമ്മുടെ സൗണ്ട് കൊടുക്കുമ്പോൾ ഈ പുറത്തുള്ള സൗണ്ടും കൂടെ കയറി വരും. അപ്പോൾ ഈ ഹോളിലാൻഡ് ഹോളിലാൻഡ് അല്ല, അത് കമ്പനിയുടെ വരാം. അപ്പം നമുക്ക് ഇങ്ങനെ ബ്ലൂടൂത്ത് മൈക്ക് ഉണ്ടെങ്കിലേ
പിന്നെ സെറ്റാണ് കേട്ടോ. ഇതാ ഞാൻ ചാർജ് കുത്തിരട്ടെ. അങ്ങനെ ഞങ്ങളെ ചായ കുടി എല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. ചായ കുടിക്കുന്നത് ഞാനൊന്നും ചായ കുടിക്കത്തില്ല, ഉമ്മായും ഫാത്തിമായും മാത്രമേ ഉള്ളൂ ചായ കുടിക്കുക. ഞങ്ങളാരും ചായ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അവരെല്ലാം ചായ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും പുറത്തോട്ട് പോവാണ്. ഇവിടെ അടുത്തൊരു കടലുണ്ട് കേട്ടോ. കടൽ കാണാൻ പോകണം. കടലും എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പോകണം. പുതുപ്പള്ളി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ പോകാൻ പോവാണ്. അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അത് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൂസ് പിന്നെ വീഡിയോയിൽ സംസാരിക്കുന്നില്ലെന്ന് ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞേട്ടാ. എന്താ സംസാരിക്കാത്ത? നാളെ വാ. അങ്ങനെ അപ്പൂസേ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ചേച്ചി എല്ലാരും റോഡിലെല്ലാം നല്ല ട്രാഫിക് കേട്ടോ. ട്രാഫിക് നല്ല പെണ്ണുങ്ങളുണ്ട് ഓടിക്കുന്നു. 5:30 ആയി. നമ്മളെത്തുണിയാകുമ്പോ 10 ചെവി അറിയില്ല. നമ്മള് ലൊക്കേഷൻ നോക്കിയല്ലേ പോന്നത്, സ്ഥലം നമുക്ക് അറിയില്ലല്ലോ. 6 മണിക്ക് ആവുമായിരിക്കും. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളിയിലെത്തി കേട്ടോ. ഇത് എൻ്റെ വീടിന് കുറച്ച് ദൂരം, വലിയ ദൂരമില്ല കേട്ടോ, കുറച്ച് അടുത്താണ്. ഞാനാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് പോകണം കേട്ടോ. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, നൗഷർക്കായും ഫാമിലി. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് ഷാന, ഈ ഹട്ടായിട്ടൊക്കെ ഉണ്ട്, അതുപോലെ പിന്നെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. കായലിനോട് ചേർന്നാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളവിടെ പോയത് ഇഷ്ടമായി. നല്ല രസമായിരുന്നു, നല്ല കാറ്റും. ഇപ്പോഴത്തെ നല്ല ക്ലൈമറ്റ് ആണല്ലോ, നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് നേരം ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ ആരുടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കറങ്ങി. അബ്ദുള്ളക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അബ്ദുള്ള ഈ കായലൊക്കെ ഇങ്ങനെ അടുത്താണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ അപ്പൂസിനാണെങ്കിൽ അഴീക്കൽ ബീച്ചുണ്ട്, അവിടെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞങ്ങളെ ഇപ്പം അഴീക്കൽ ബീച്ച് വന്നതാണ് കേട്ടോ. അഴീക്കൽ ബീച്ചിൽ അവിടുന്ന് കുറച്ച് ഇറങ്ങി അടുത്ത ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു അബ്ദുള്ളയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ച് വന്നതാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. സൂപ്പർ ബീച്ച്, അടിപൊളിയാണ് കാണാൻ. വാങ്ങിച്ചോ അവിടുന്ന് ലൈസ് നോക്കിക്കണോ അല്ലേ, അല്ലെ കടലും കൊണ്ടുപോകും. സൂപ്പർ തീര നമുക്ക്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാധാരണ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഞായറാഴ്ച അല്ലായിരുന്നു, അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം അബ്ദുള്ളയാണെങ്കിൽ കടൽ കണ്ടപ്പോഴും അബ്ദുള്ളയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പക്ഷേ ഞാനാണെങ്കിൽ കയ്യിൽ മുറുക്കി പിടിച്ചു. എനിക്കാണെങ്കിൽ പേടിയായി കടലെന്ന് പറയുന്ന സംഭവം. എപ്പോഴാണെന്ന് അറിയത്തില്ല, ആഞ്ഞ് തിരയടിക്കാനാണ് ഞാൻ കയ്യിൽ നിന്ന് മുറുക്കി പിടിച്ചു, നിങ്ങൾ വിട്ടതേ ഇല്ല. പിന്നെ അതിനുശേഷം അപ്പൂസാണെങ്കിൽ കുറേ ഐസ്ക്രീമും സുണ്ടലും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. ആദ്യം സുണ്ടലും ഐസ്ക്രീമും ആണ് വാങ്ങിച്ചോണ്ട് വന്നത്. അത് കഴിച്ച് അതിന് ശേഷമാണെങ്കിൽ പിന്നെ ഫാത്തിമയ്ക്കാണെങ്കിൽ ഈ കോളിഫ്ലവർ ഉണ്ട് കേട്ടോ, അത് ഫ്രൈ ചെയ്തേ ഉണ്ടായിരുന്നു. അങ്ങനെ കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞ് ഷെഫിക്കാണെങ്കിൽ ബേൽപൂരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം പോയി വാങ്ങിച്ച്. അവിടെ ഈ സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എന്നെ അറിയാവുന്ന 2-3 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് വെച്ച് വാപ്പ 1-2 വട്ടം വിളിച്ച് നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. പുറത്ത് പോയ വാപ്പാക്ക് ഭയങ്കര ടെൻഷനാണ് ഞങ്ങൾ വരുന്നത് വരെ കേട്ടോ. അപ്പോൾ വാപ്പ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞു വാപ്പ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നേരെ അടുത്ത വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ അഴീക്കലിൽ നിന്ന് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ. നല്ല ഇരുട്ട്, താമസിച്ചു പോയില്ലേ. 7 മണിയായി. അപ്പം വണ്ടി എടുക്ക്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. ഓ കേറ്, ചെരുപ്പ് ഇട്ടിട്ട് കേറ്. പാപ്പായേ ഇതാ വന്നപ്പോ അബ്ദുള്ളക്ക് ദോശ അമ്മച്ചോടുന്നു. അബ്ദുള്ളക്കും അമാനുള്ളക്കും ദോശ. അബ്ദുള്ള വല്യാപ്പ ദോശ ഉണ്ടേ, ദോശ ഇട്ടെ. സൂപ്പർ 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 ദോശ ഇട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ് കേട്ടോ.
എനിക്ക് ദോശയും ചമ്മന്തിയും, ഷെഫി ഉച്ചക്കലത്തെ ബിരിയാണി, അപ്പൂസ് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിട്ട്. അപ്പൂസും വാപ്പായും ഉമ്മായും ഫാത്തിമയും ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ്. ഞങ്ങൾ രണ്ടും ലേറ്റ് ആയി കേട്ടോ. കുറച്ച് എഡിറ്റിങ്ങും പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് താമസിച്ചു പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കഴിക്കുവാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ, വർത്താനം പറഞ്ഞുകൊണ്ട്. കുറച്ച് നട്ട്സൊക്കെ കഴിച്ച് സിറ്റ് ഔട്ടിലിരിക്കും. വാപ്പ ഉണ്ട്, ഉമ്മ കിടക്കാൻ പോയി കേട്ടോ. ഉമ്മയില്ല, ഞങ്ങള് പാപ്പായും ഞങ്ങൾ മൂന്നും കാണിച്ചത്. പാപ്പ അപ്പൊ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യണം അല്ലേ ഷെവിയെ? ഇന്ന് സ്പെഷ്യൽ ഒന്നും കാണിച്ചില്ലായിരുന്നു കേട്ടോ, കാരണം ഇന്ന് ഓൾറെഡി രാവിലെ ബിരിയാണി അല്ലായിരുന്നു ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ബിരിയാണി അല്ലായിരുന്നു. അപ്പൊ രാത്രിയിലും ബിരിയാണി ആയിരുന്നു അല്ലേ. സ്പെഷ്യൽ ഒന്നുമില്ല, കാരണം ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ഇന്നലെ അൽഫാമും കുബൂസും ആയിരുന്നു അല്ലേ അല്ലേ ഷെവി? ഇന്നലെ കുബൂസ് അൽഫാമൻ. അപ്പൊ ഇന്നലെ ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചോണ്ട് ഇന്ന് മറിഞ്ഞു വേണ്ട ഇന്ന് വീട്ടിലെ ഫുഡ് പറഞ്ഞു. അപ്പൊ ഇൻഷാല്ല എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടട്ടെ. ഇത് കുറേ റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഇട്ടത്. അപ്പം